മുതലപ്പൊടിയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരുന്നു അപകടം. കടലിലേക്ക് വീണ 3 തൊഴിലാളികൾ നീന്തിക്കയറി. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കള്ളക്കടൽ എന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇന്നിപ്പോൾ ഈ ഒരു അപകടം മുതലപ്പൊടിയിൽ ഉണ്ടായത്? എത്ര മണിയോടെയായിരുന്നു അപകടം? എങ്ങനെയാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്? തീർച്ചയായിട്ടും സൈഫുദ്ദീൻ, നമുക്ക് അങ്ങനെ തന്നെ കരുതാം. കാരണം കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 ദിവസമായി സംസ്ഥാനത്തിൻ്റെ തീരങ്ങളിലൊക്കെ തന്നെയും ഈ കള്ളക്കടൽ പ്രതിഭാസം മൂലം വളരെ വലിയ തിരകളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും മുതലപ്പൊഴിയിൽ അപകടം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത് 4ാമത്തെ തവണയാണ് അപകടം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഒരു 6:45-7 മണിയോട് കൂടിയാണ് ഇന്ന് അപകടം ഉണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെ ഇവർ തിരിച്ച് ഹാർബറിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് അപകടം ഉണ്ടായിരുന്നത്. 3 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഈ വള്ളത്തിലുണ്ടായിരുന്നവർ. 3 പേരും കടലിലേക്ക് വീഴുകയായിരുന്നു. പക്ഷേ അവർക്ക് 3 പേർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അവർ 3 പേരും നീന്തി കയറുക തന്നെ ചെയ്തു. ഇന്നലെയും ഒരു അപകടം ഉണ്ടായിരുന്നു. ഇന്നലെ അപകടമുണ്ടായപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ നിന്ന് തെറിച്ചു വീഴുകയും അദ്ദേഹത്തിൻ്റെ തലയ്ക്കടക്കം സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരാഴ്ചക്കിടയിൽ തന്നെ ഇത് 4ാമത്തെ അപകടമാണ് ഉണ്ടായത്. ഉയർന്ന തിരമാലകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇനി കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നുകൂടി ഈ കള്ളക്കടൽ എന്ന ഒരു പ്രതിഭാസം, അതായത് ഉയർന്ന തിരമാലകൾ, നീളമുള്ള വലിയ തിരമാലകളാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന. സുനാമിക്ക് സമാനമായി ആയ തിരകളാണ് എങ്കിൽ പോലും സുനാമിയുടെ അത്രയും അപകടകാരികളല്ല. നമുക്കറിയാം, സുനാമി ഉണ്ടാകുമ്പോൾ ഉയരമുള്ള തിരമാലകളാണ് ഉണ്ടാകുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വളരെ വലിയ നീളമുള്ള തിരമാലകളാണ് ഉണ്ടാകുന്നത്. ഈ വളരെ വലിയ ചൂടുകാലമാണ്. എന്നിട്ട് പോലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആദ്യമായി കള്ളക്കടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കേരള തീരങ്ങളിൽ കണ്ടത്. വലിയ നാശനഷ്ടം ഉണ്ടായില്ല എങ്കിൽ പോലും തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെ വിതച്ചു പോവുകയായിരുന്നു ഈ കള്ളക്കടൽ പ്രതിഭാസം. ഇന്നലെയും ഈ ഒരു പ്രതിഭാസം നീണ്ടു നിന്നു. ഇന്നും കൂടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഏതാണ്ടൊരു 11:30 വരെ ഉയർന്ന തിരമാലകൾ കേരള തീരത്തും അതുപോലെ തന്നെ തമിഴ്നാട് തീരത്തും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തീരദേശവാസികൾ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണുള്ളത്. നമുക്കറിയാം, ഈ ഞായറാഴ്ചയാണ് ആദ്യമായി ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അന്ന് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇല്ലായിരുന്നു. കാരണം വളരെ വെയിലുള്ള സമയമാണ്. പ്രത്യേകിച്ച് കടൽക്ഷോഭം എന്നൊക്കെ പറയുമ്പോൾ സാധാരണയായി നമ്മൾ മഴയുള്ള സമയത്താണ് കടൽക്ഷോഭമൊക്കെ പ്രതീക്ഷിക്കാറ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ കടലിലൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ധാരണയെങ്കിലും അവർക്കുണ്ടാകും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതിഭാസം ഉണ്ടായ സമയത്ത് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന യാനങ്ങളൊക്കെ തന്നെയും നല്ല രീതിയിൽ കെട്ടിയിടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിര ഈ തീരത്തേക്ക് അടിച്ചു കയറിയ സമയത്ത് പല ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഒക്കെ നാശനഷ്ടമുണ്ടായി. അതുപോലെ തന്നെ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ തീരദേശ മേഖലകളിലായിരുന്നു കൂടുതലായി ഈ ഒരു പ്രതിഭാസം കണ്ടിരുന്നത്. അങ്ങനെ പലയിടങ്ങളിലും വെള്ളം കയറി മത്സ്യബന്ധന യാനങ്ങളൊക്കെ തന്നെയും നശിക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. പിന്നീടാണ് അതിനുശേഷമാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇത്തരത്തിൽ കള്ളക്കടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഇത്തരത്തിലുള്ള ശക്തമായ തിരമാലയ്ക്ക് കാരണം. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഈ ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു കടലേറ്റത്തിന് ശേഷമാണ് ശരിക്കും മുന്നറിയിപ്പ് പോലും പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളിൽ ഇത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും എല്ലാം വളരെ ദുഃഖത്തോടെ നിന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ആ ദിവസങ്ങളിൽ. 2 ദിവസം കൂടി പ്രതിഭാസം തുടരും. ഒരു മുൻകരുതലും ജാഗ്രതയും ഒക്കെ തുടരണം എന്നുള്ള കാര്യം കൂടി. ഒറ്റ കാര്യം സ്വാന്തന, ഈ ഇന്നിപ്പോ മുതലപ്പൊടിയിൽ വള്ളം മറിഞ്ഞ് രക്ഷപ്പെട്ട 3 തൊഴിലാളികൾ, അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. നിലവിൽ അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് സൈഫുദ്ദീൻ നമുക്ക് മനസ്സിലാകുന്നത്. അവർ 3 പേരും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. വെള്ളത്തിൽ വീണതിൻ്റെതായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. എന്നിരുന്നാലും മറ്റ് അപകടങ്ങളോ മുറിവുകളോ ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, സ്വാന്തന സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.